ഹലോ ഗൈസ്, വെൽക്കം ടു ADV റോഡ്വേസ്. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണെന്ന് മഞ്ചേശ്വരത്തെത്തിയിട്ടാണ് സ്റ്റേ എടുത്തത്. ഫസ്റ്റ് ഡേ നൈറ്റ് പമ്പിനോട് ചേർന്ന് തന്നെയുള്ള ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വയ്യ, ബ്രഞ്ചാണ് ആക്ച്വലി. 11 മണി കഴിഞ്ഞ് 12 മണിയൊക്കെ ആവുന്ന സമയത്താണ് യാത്ര പുറപ്പെടുന്നത്. ഞങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് അത് തെറ്റിക്കുക എന്നുള്ളതാണ് പുതിയ പ്ലാൻ. അപ്പോൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ആക്ച്വലി ഞങ്ങൾ പോകേണ്ടത് ഗോവ ആ ഭാഗത്തേക്കാണ്. പക്ഷേ ചെറിയ ഡീവിയേഷൻ എടുത്തിട്ട് ജോഗ് ഫോൾസിലോട്ട് എടുക്കുകയാണ്. ബാംഗ്ലൂർ സൈഡിലോട്ടാണ് അത്. ആക്ച്വലി ഞങ്ങൾക്ക് അഡീഷണൽ 150 കിലോമീറ്ററിനടുത്ത് ഡീവിയേഷൻ വരുന്നതാണ്. പക്ഷെ അത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ തേർഡ് ജോയിൻ ചെയ്യേണ്ട റൈഡറായിട്ടുള്ള അഭിശാന്ത് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ എത്താൻ, ഞങ്ങളുടെ റൂട്ടിലോട്ട് എത്തണമെങ്കിൽ 650 കിലോമീറ്റർ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പുള്ളിയെ തനിച്ച് അങ്ങനെ ദൂരം ഓട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ജോഗ് ഫോൾസ് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ജോഗ് ഫോൾസിനടുത്ത് സ്റ്റേ എടുത്തിട്ട് ജോഗ് ഫോൾസ് കണ്ടിട്ട് അടുത്ത ദിവസം ഗോവ പിടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. റൂട്ട് നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് എന്താണെങ്കിലും എക്സ്പ്ലോർ ചെയ്താൽ മതി. ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ പോകുന്ന റോഡ്സാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. ഡെസ്റ്റിനേഷൻസ് അതിനൊരു കാരണം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും അതിന് വാല്യൂ ഉണ്ട്, അത് ആസ്വദിക്കേണ്ട തന്നെ. ഇനി പോകുന്ന വഴിക്കും ഞങ്ങൾ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ക്ലബ്ബ് മെമ്പേഴ്സ് എല്ലാവരും. ക്ലബിൻ്റെ പേര് പോലും ADV റോഡ്വേസ് എന്നിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ജോഗ് ഫോൾസ് വരെ ഞങ്ങൾ ആകെ ഓടേണ്ടത് 250 കിലോമീറ്ററാണ്. ഓൾമോസ്റ്റ് ഡബിൾ ഓടേണ്ടതുണ്ട് അഭിശാന്തിന്. സോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈം കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡീറ്റൂറിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അടയാർ വാട്ടർഫോൾസ്, സൂറത്തുകൽ ബീച്ച്, ബാംഗ്രി എൻഡ് പോയിൻ്റ്, അതുപോലെ ശരിപ്പല്ല വ്യൂ പോയിൻ്റ്, അങ്ങനെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് കണ്ടു. അങ്ങനെ ഞങ്ങൾ അടയാർ ഫോൾസ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൈറ്റിലോട്ട് കയറി വന്നു. പോയി നോക്കുമ്പോൾ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് കാണാൻ പറ്റിയില്ല. ചൂടെന്ന് പറഞ്ഞാൽ പറയാൻ വയ്യ, അതുപോലത്തെ ചൂട്. ഒരു 45 ഡിഗ്രി ഒക്കെ ആണെന്ന് തോന്നുന്നു. ബൈക്ക് ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ വേർത്ത് വെള്ളമായി പോവുകയാണ്. അതുപോലെ ഒരു കട്ടി ചൂട്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിലോട്ട് നടക്കാനുള്ള ഒരു ത്രാണി പോലും അവിടെ പോയപ്പോൾ ഇല്ലാണ്ടായില്ല. എന്താ പറ്റിയെന്നറിയില്ല, അത്രയും ടയർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വഴി കാണിച്ചത് ആളുകളോട് ചോദിച്ചിട്ടുമൊക്കെ കുറേ ഉള്ളിലോട്ട് കയറിപ്പോയി. ചിലപ്പോൾ ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവാം, പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാനുള്ളൊരു ശേഷി ഉണ്ടായില്ല. അത്രയ്ക്ക് ടയർഡായിപ്പോയി. എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. ചൂടൊക്കെ ഒരുപാട് കൊണ്ടിട്ടുണ്ട്, പക്ഷേ ഈ അടയാർ ഫോൾസിലോട്ട് പോകുന്ന വഴിക്ക് കിട്ടിയ ചൂട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അന്ന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നറിയില്ല, അതുപോലെ ആയിരുന്നു. ഞങ്ങൾ പോയ വഴികളൊക്കെ കാണിക്കാം. ഇങ്ങനെയൊക്കെയാണ് മാപ്പ് കാണിച്ചത്. പിന്നീട് അവിടെ നിന്ന് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ ചോദിച്ചപ്പോൾ. പക്ഷെ ഞങ്ങളതിന് മെനക്കെട്ടില്ല. കാരണം ഒന്നാമത്തെ റീസൺ, ഇത്രയും ഡ്രൈ ആയിട്ട് കിടക്കുന്നൊരു സ്ഥലത്ത് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ഞങ്ങളങ്ങോട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അടിപൊളിയല്ലേ? ജ്യൂസ് നല്ല അടിപൊളി ജനറേറ്ററും, സൈലൻ്റ് ഹോണ്ടയുടെ അടിപൊളി ജനറേറ്റർ. സൈലൻ്റ് സൗണ്ടേ ഇല്ല. എങ്ങനെയുണ്ട് അവിടെ മുകളിലത്തെ ചൂട്? എങ്ങനെയുണ്ട്? എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? പറയൂ. ഒരു രക്ഷയില്ല, ഇന്ന് ഒലിക്കന്നെ, വേർത്ത് ഒലിക്കന്നെ. അങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആകെ പാളിയ സ്ഥിതിക്ക് ഞങ്ങൾ അടുത്തത് പിടിച്ചു. ബാംഗ്രി എൻഡ് പോയിൻ്റ്. എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മാപ്പിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നുമില്ല. അവസാനം അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു, അത് നിങ്ങൾ കുറച്ച് തിരിച്ചു പോകണം, ഒരു 10 കിലോമീറ്ററോളം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട റൂട്ടിൽ നിന്ന് നേരെ തിരിച്ചാണ് പോകേണ്ടത്. അതുകൊണ്ട് അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു. ശരിപ്പല്ല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് പ്ലേസാണ്. ചൂടുണ്ടായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷേ അത് കാണേണ്ട ഒരു സ്പേസ് ആയിട്ട് തോന്നി. ഈ കാണുന്ന ഒരു മുട്ടക്കുന്ന് പോലെ ഒരു സെറ്റപ്പാണ്. ബൈക്കേഴ്സിനൊക്കെ നല്ലോണം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് റൂട്ട് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നെയ്മാണ് ഹിമാലയം കൊണ്ടാണ് കയറിപ്പോയത്. അവിടുന്ന് ഫ്രണ്ട് പൊന്തിപ്പോയി ബൈക്കിൻ്റെ ബാക്കിൽ അത്രയും ലോഡ് ഇരിക്കുകയല്ലേ. കുറച്ച് കനത്തിലെടുത്താണ് ആശാൻ. അത് ഫ്രണ്ടിൽ നിന്ന് പോയി, ഗ്രിപ്പ് കംപ്ലീറ്റ് പോയി. ഞാൻ വീണു എന്ന് ഏകദേശം ഉറപ്പിച്ചതാണ്. ഭാഗ്യമൊന്നും പറ്റിയില്ല. എനിക്ക് പിന്നെ അത്ര വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അത്ര സീനായിട്ട് തോന്നിയിട്ടില്ല. വണ്ടിയും ലൈറ്റാണ്, അധികം ലഗേജ് ഇല്ല. അതുപോലെ എന്തുണ്ടെന്ന് വണ്ടി ഒന്നാകെ പോയല്ലോ കയ്യിന്ന്. വണ്ടി കയ്യിന്ന് ഒന്നാകെ പോയല്ലോ. മുന്നൊന്തിയതാണേ ഏ നല്ല കൊടുക്കൽ കൊടുത്ത കയറ്റിയതാ. അത്ര പവർ കൊടുക്കരുതായിരുന്നല്ലേ, ബാക്കിൽ ലോഡുള്ളതുകൊണ്ടേ. പിന്നെ മംഗലാപുരത്ത് നിന്ന് പോകുമ്പോൾ അടുത്തതായിട്ടൊരു ഡെസ്റ്റിനേഷൻ കാണുന്നത് സൂറത്തുകൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് കൊള്ളാൻ തോന്നി. അപ്പോൾ അതൊന്ന് കണ്ടു കളയാൻ. പോകുന്ന വഴിയിൽ നിന്ന് വലിയ ഡീവിയേഷനൊന്നുമില്ല, ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഡീവിയേഷൻ വരുന്നുള്ളൂ. സോ അതെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ തന്നെ പോയിട്ട് ഒരു ലെഫ്റ്റ് ഡീവിയേഷൻ കണ്ടു, സൂറത്തുകൽ ബീച്ചിലേക്കുള്ള. അത് കയറി. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും യാത്ര വെസ്റ്റേൺ ഘാട്ട് വഴി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഉപദേശം തരാം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടും. അതുകൊണ്ട് മൺസൂൺ സീസണിൽ മാത്രം ഈ റോഡ് തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്കുള്ളൊരു എക്സ്പീരിയൻസ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വെസ്റ്റേൺ ഘാട്ടിലൊന്ന് പോയി നോക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈവേ ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെ ഹൈവേ പിടിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഈ സമയത്തൊക്കെ ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം അവിടെ കുറച്ചുകൂടി ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ റൂട്ടിലൊന്നും കിട്ടാനില്ല. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. ഇത് ലോറികളാണ് കൂടുതൽ ഈ റൂട്ട് ആശ്രയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുംബൈയിലോട്ട് പോകുന്ന അല്ലാതെ നമ്മളെപ്പോലെ റൈഡേഴ്സൊന്നും ഈ റോഡ് അധികം യൂസ് ചെയ്ത് കാണുന്നില്ല. അവിടെ എത്തുന്നവരെയും അധികം റൈഡേഴ്സിനൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ 11-12 മണിക്കാണ് ഫുഡ് കഴിച്ചത്. ബ്രഞ്ചാണ് കഴിച്ചത്. പിന്നീട് ഈവനിങ് ആവാനായി. ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചായയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീച്ച് സൈഡിൽ എന്തെങ്കിലും ഷോപ്സൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്ലാനിൽ പോയി. ഈ കാണുന്ന ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ സൂറത്തുകൽ ബീച്ചിലോട്ട് ഇറങ്ങിയത്. ബീച്ചിൻ്റെ നെയിം കറക്റ്റ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ഒരു പ്രതീക്ഷിച്ച പോലെ ഒരു കട കിട്ടി. ഒറ്റ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നല്ല മോമോസും പാനിപ്പുരിയും സ്വീറ്റ് കോണ്, ചായ എല്ലാം വലിച്ചു വാരി കഴിച്ചു. കിടിലം ഫുഡായിരുന്നു. പാനിപ്പൂരി എങ്ങനെയുണ്ട്? പാനിപ്പൂരി സ്വീറ്റ് കോൺ, നല്ല അടിപൊളി ആംബിയൻസും കിടിലൻ ഷോപ്പ്. നല്ല ഫുഡല്ലേ? കഴിച്ച ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിലും നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുഡിനുണ്ടാകുന്ന പരിമിതികളെ പറ്റിയിട്ട് നമുക്കൊരു ബോധ്യം വന്നു തുടങ്ങി.
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ വെറുതെ കളയാനില്ല, എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ്സ് ആകാം എന്നുള്ള പ്ലാനിൽ നെയ്മാണ് സജഷൻ പറഞ്ഞത് നമുക്ക് സെയിൻറ്റ് മേരീസ് ഐലാൻഡിലോട്ട് പോകാമെന്ന്. അപ്പോൾ എനിക്കത് ബൈക്ക് എവിടെയെങ്കിലും വെച്ചിട്ടുള്ള ട്രിപ്സ് ഒന്നും അങ്ങനെ താല്പര്യമില്ലാത്തതാണ്, എസ്പെഷ്യലി ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് ആകുമ്പോൾ. പക്ഷേ പുള്ളി അത് ഭയങ്കരമായിട്ട് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അത് അടിപൊളിയായിരിക്കും, ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു വൈബുള്ള ഒരു ടീമാണ്. ആരെങ്കിലും ഒരാളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അയാളുടെ കൂടെ നിൽക്കുക, അങ്ങനൊരു മൈൻഡാണ്. അത് പൗലോ കൊയ്ലോയുടെ ഡയലോഗ് കോപ്പിയടിച്ചതല്ല, ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അതിന് കൂടെ നിൽക്കും, അയാളുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരിക്കലും അങ്ങനെ അല്ലാതെ നമുക്കൊരു ട്രിപ്പ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 33 ദിവസം പല തരത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള, പല ആറ്റിറ്റ്യൂഡുള്ള, പല ജീവിത നിലവാരത്തിലുള്ള ആളുകളെ ഒന്നിച്ച് ഒരു ക്ലബിനകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കോംപ്രമൈസസ് എല്ലാവരും ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഭാഗ്യം കൊണ്ടാണ് എല്ലായ്പ്പോഴും നടന്നോളണമെന്നൊന്നും ഒരു ഉറപ്പില്ല. ഞങ്ങൾ പോയതിനേക്കാളും 10 ഇരട്ടി ബോണ്ടായിട്ടാണ് തിരിച്ച് എത്തിയിട്ടുള്ളത്. അത് ഇനിയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം പ്രതിസന്ധികൾ. -5 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് ബൈക്ക് വലിച്ച് കയറ്റിയ കഥയെല്ലാം വരാനിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിലേ ഈ ബൈക്ക് യാത്രകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു കാറിന് തരുന്ന കംഫർട്ടോ ഒന്നും നമുക്ക് ബൈക്കിൽ കിട്ടില്ല. നമ്മളെല്ലാ പ്രകൃതിയായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകിയിട്ടാണ് എല്ലാ യാത്രകളിലും ഓരോ നിമിഷങ്ങളും ഉണ്ടാവുക. എല്ലാം ഡയറക്റ്റ് കോണ്ടാക്ട്സാണ്. കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും ഈവൻ ഒരു ഫോളാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഡയറക്റ്റാണ്. കാറിന് കിട്ടുന്ന ഒരു കൺവീനിയൻസും കംഫർട്ടും ഒന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മൈൻഡും അതുപോലെ ആയിരിക്കണം. എല്ലാവരും പോകുന്നതുകൊണ്ട് ഞാനും പോയി കളയാമെന്ന് വിചാരിച്ച ഒരാൾക്കും ഒരു ബൈക്ക് ട്രിപ്പോ ഒരു മോട്ടോർ സൈക്കിൾ ട്രിപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഷുവറാണത്. മാൽപ്പെ ഐലാൻഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് ഉള്ളോട്ട് പോയിട്ട് കിട്ടുന്ന ഡെസ്റ്റിനേഷനാണ്, ആ ഒരു ദ്വീപിൻ്റെ പേരാണ് സെയിൻറ്റ് മേരീസ് ഐലാൻഡ്. സെയിൻറ്റ് മേരീസിലേക്ക് 2 സ്ഥലത്ത് നിന്ന് സർവീസ് ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്. ഒന്ന് മാൽപ്പെ ഐലാൻഡും തൊട്ടടുത്തുള്ളതിൻ്റെ പേരെന്താണെന്നറിയില്ല. ഞങ്ങൾ അതിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. നമ്മളിവിടുന്ന് ഏതിൽ പുറപ്പെട്ടോ അവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് അതിൽ തന്നെ തിരിച്ചു വരുന്നതാണ് നല്ലത്. അകത്ത് ചെന്നാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ 2 കളർ ടിക്കറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അറിയാത്തവർ പെടില്ല. നമ്മൾ ഏത് ടിക്കറ്റാണോ കയ്യിലുള്ളത് അതിൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ അവർ കൊണ്ടെത്തിക്കും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നീറ്റ്നെസ്സാണ്. വളരെ നന്നായിട്ടാണ് അവർ ക്ലീൻ ചെയ്തിട്ട് പരിപാലിക്കുന്നത് ഈ ലൊക്കേഷൻ. എവിടെയും വേസ്റ്റേജസ് ഒന്നും കാണുന്നില്ല. പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള വേസ്റ്റ് ബിൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മാൽപ്പെ ഐലാൻഡ് അല്ലേ? മാൽപ്പെ എന്താ? സെയിൻറ്റ് മേരീസ്. അതുപോലെ ടിക്കറ്റ് റേറ്റ് മാരകമായിട്ടും തോന്നിയിട്ടില്ല. 350 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അത് പുറത്താണ്. ഏകദേശം ഒരു 20-25 മിനിറ്റെങ്കിലും വൺ സൈഡ് ഉണ്ടാകും ബോട്ട് സർവീസ്. അതുപോലെ തിരിച്ചും അത്രത്തോളം സമയം. പിന്നെ അവിടെ ദ്വീപിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്പെഷ്യൽ ടിക്കറ്റൊന്നുമില്ല, എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്.
സോ അത് വർത്താണ്, ഒരു വട്ടെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സെറ്റപ്പാണ്. അതല്ല ഈ ദ്വീപ് നിൽക്കുന്നത് ആക്ച്വലി ഉടുപ്പിയുടെ അടുത്തുള്ള മാൽപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ദ്വീപ് കോക്കനട്ട് ഐലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ലാവയാണ്. ആക്ച്വലി ഭൂമിക്കടിയിൽ നിന്ന് വന്ന, പണ്ട് മഡഗാസ്കറുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നു. അതിന് ശേഷമാണ് ഈ ലാവ ഭൂമിക്കടിയിൽ നിന്ന് വന്നതും മഡഗാസ്കർ വേറിട്ട് പോയതും എന്നൊക്കെയാണ് പറയുന്നത്. ഈ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ബീച്ച്. നല്ല നൈസായിട്ടുണ്ടല്ലേ, അടിപൊളിയാണ്. കയറി വരുമ്പോൾ പ്ലാസ്റ്റിക്സ് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങി വെക്കും. ഇവിടെ വെള്ളത്തിന് എത്ര 40 രൂപ, ഡബിൾ പ്രൈസ് കൊടുത്ത് ഇവിടെ നിന്ന് വിൽക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക്സ് ഇവിടെ പ്രശ്നമായിട്ടല്ല, കച്ചവടത്തിന് വേണ്ടി. വാട്ടർ പ്രൂഫ് ഷൂസ് ആയതുകൊണ്ടേ നടക്കുമ്പോൾ നല്ല സുഖം. ഇല്ലെങ്കിൽ ഈ നടന്നതിൻ്റെയൊക്കെ കേടവിടെ പോയിരുന്ന് മണൽ കളഞ്ഞ് തീർക്കേണ്ടി വന്നതാണ്. Exclusive video. I didn't see this kind of video yet. ആ പോകുന്ന മഞ്ഞ ബോട്ടില്ലേ, അതും സെയിൻറ്റ് മേരീസ് ഐലൻഡിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷെ അതിൻ്റെ കര എന്ന് പറയുന്നത് മാൽപ്പ ഐലാൻഡ് ഡെസ്റ്റിനേഷനിലാണ് എത്തുന്നത്. ഞങ്ങൾ പോകുന്നത് അപ്പുറത്ത് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് യാർഡൊക്കെയുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പോയിട്ട് ലാൻഡ് ചെയ്യുക. ടിക്കറ്റിംഗ് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. സെയിൻറ്റ് മേരീസ് ഐലാൻഡിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ജോഗ് ഫാൾസ് ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ശിരൂർ എന്ന് പറയുന്ന സ്ഥലം പാസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ചായക്കടയിൽ ഒരു ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ അവരെല്ലാം ഞങ്ങളടുത്ത് വന്നിട്ട് നമ്മൾ അർജുന് വേണ്ടിയിട്ട് നടത്തിയ ഫൈറ്റിനെ പറ്റിയെല്ലാം സംസാരിച്ചു. അത് അവർക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഇത്രയും മെനക്കെട്ട ആൾക്കാരെന്നുള്ളതാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത്. അവർ മാറി ഒരുപാട് നമ്മളെക്കൊണ്ട് എന്ന് പറയാം. മനുഷ്യജീവന് നമ്മൾ കൊടുക്കുന്ന വില എല്ലാത്തിനും അതീതമാണെന്നുള്ളത് കണ്ടിട്ട് അവരിൽ പോലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കയ്യിൽ ഒരുപാട് സമയമുണ്ടെന്നും പറഞ്ഞ് കറങ്ങിക്കറങ്ങിയപ്പോൾ അഭിശാന്ത് ജോഗ് ഫാൾസിൽ വന്ന് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. ഞങ്ങളിപ്പോഴും അങ്ങോട്ട് നീങ്ങി തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും ഉടുപ്പിയിലാണുള്ളത്. സോ എവിടെയും ഇനി ബ്രേക്ക് എടുക്കാതെ നേരെ അഭിശാന്തിൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ. റൂം ഏതെങ്കിലും എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു അഭിശാന്തിനോട്. എന്നിട്ട് ഞങ്ങൾ നേരെ ജോഗ് ഫാൾസിലോട്ട് വെച്ച് പിടിച്ചു. എങ്കിലും പോകുന്ന വഴിക്ക് ഒരു ടീ ബ്രേക്കൊക്കെ എടുത്തു. ഒരുപാട് ഓടാനുണ്ടായിരുന്നു. അങ്ങനെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അഭിശാന്ത് അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ നൈറ്റ് 9 മണിയൊക്കെ ആയിക്കണം അവിടെ എത്തി. റൂമിൽ റെസ്റ്റ് എടുത്തു. ഇന്ന് രാത്രി ജോഗ് ഫാൾസിൽ വേറെ പുറത്തിറങ്ങാനൊന്നും നിന്നില്ല. ഇന്ന് രാത്രി അവിടെ സ്റ്റേ എടുത്തു.